ഹലോ, എന്തെല്ലാം പരിപാടി? എൻ്റെ വീഡിയോ പണ്ട് മുതലേ കാണുന്നവർക്കറിയാം. ഈ ചെക്കി ഞാൻ പറയായിരുന്നു മുട്ട് വന്നിട്ട് കൊഴിഞ്ഞു പോകുന്നു എന്നൊക്കെ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഇപ്പം നന്നായിട്ട് പോകുന്നുണ്ട്, മുട്ടൊന്നും കൊഴിഞ്ഞു പോകുന്നില്ല. അപ്പോൾ ഇത് ഞാൻ അന്ന് യൂസ് ചെയ്ത നമ്മുടെ ജൈവ വളം ഉണ്ടായിരുന്നില്ലേ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഓർമ്മയുണ്ട്. നന്നായിട്ട് ഇപ്പം പൂവുണ്ടാകുന്നുണ്ട്, മുട്ടൊന്നും കൊഴിഞ്ഞു പോകുന്നില്ല. അപ്പോൾ ഇത് സക്സസ് ആയി. അന്ന് ഞാൻ യൂസ് ചെയ്ത സീക്രട്ട് എന്താ വെച്ചാൽ മുട്ടത്തോടും പുളിച്ച കഞ്ഞി വെള്ളമായിരുന്നു. പുളിച്ച കഞ്ഞി വെള്ളത്തിൽ ഒരു ബക്കറ്റ് ഫുള്ള് വെള്ളം ഒഴിക്കും. അതിലിപ്പോൾ നന്നായിട്ട് ചെക്കിന്ന് വെച്ചാൽ നന്നായിട്ട് ചെക്കി ഉണ്ടാകുന്നുണ്ട്. അതായിരുന്നു എൻ്റെ സീക്രട്ട്. അപ്പം ഞാനിപ്പം വേറൊരു തൈക്ക് ഇത് മുട്ടത്തോട് പരീക്ഷിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു ചെടിക്ക് നമ്മൾ കഞ്ഞി വെള്ളത്തിൻ്റെ ആവശ്യമില്ല, പകരം നമ്മുടെ മുട്ടത്തോട് ഒരു പാക്കറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് പോലെ ഫുള്ള് നല്ല പൊടി പോലെ ആക്കി എടുക്കണേ. ആ കവറിലിട്ടിട്ട് തന്നെ ഇങ്ങനെ പ്രസ് ചെയ്ത് നല്ല പൊടി പോലെ ആക്കുക. എന്നിട്ട് കുറച്ച് നമ്മളെ ചെക്കി തൈൻ്റെ ചുറ്റും അങ്ങ് ഇട്ട് കൊടുക്കുക. ഇത് സക്സസ് ആവും. എൻ്റെ റിസൾട്ട് നിങ്ങൾ കണ്ടല്ലോ. അതിനുശേഷം ഞാനിപ്പം ഇടാൻ പോകുന്നത് നമ്മുടെ സ്വന്തം വിങ്കാറോസിനാണ്. ഞാൻ വിങ്കാറോസിനെ കുറച്ച് നേരം വെയിലത്ത് വെച്ച്, അതിൻ്റെ ഇത് പരിഭവമാണ് നിങ്ങൾ ആ മൂത്ത് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം നന്നായിട്ട് മുട്ടത്തോട് മൊത്തം ഇട്ട് കൊടുക്കുന്നുണ്ട്, എല്ലാ സൈഡിലും. വെയിലത്തുനിന്ന് മാറ്റി അതങ്ങ് റെഡി ആയിക്കോളും, വലിയ പ്രശ്നമൊന്നുമില്ല. കുറച്ച് വെയിലത്തായി പോയതാണ്. മൊത്തം നമ്മൾ മുട്ടത്തോട് ഇടുന്നു. അതിനുശേഷം മണ്ണുമായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. സൂപ്പർ റിസൾട്ട് കിട്ടും, നന്നായിട്ട് പൂവുണ്ടാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. കുറച്ചൊന്ന് മണ്ണായിട്ടൊന്ന് ആക്കിയാൽ മതി. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ എല്ലാവർക്കും ബൈ. റിസൾട്ട് വഴിയേ ഉണ്ടാവും കേട്ടോ.